അള്ളാഹുവിലേക്ക് ഒരടിമക്ക് അടുത്ത് നിന്ന് സംസാരിക്കാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞാൽ അക്രവുമായക്കുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്തിറു ദുആ. നിങ്ങൾ സുജൂദിലാകുമ്പോൾ ഏറ്റവും കുറഞ്ഞ സമയത്ത് പെട്ടെന്ന് ആൾക്കാർ നിർവഹിക്കുന്ന ഒരു കാര്യമാണ് സുജൂദ്. തല വെക്കുന്നത് പോലും അറിയില്ല, അതിന്റെ മുമ്പ് തല ഉയർത്തും. അള്ളാഹിന്റെ മുമ്പിൽ അള്ളാഹുവോട് സംസാരിക്കാൻ പറ്റുന്ന, ഹൃദയം തുറക്കാൻ പറ്റുന്ന സമയം, അത് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചെന്നൊരു സമയമാണ് സുജൂദ്. നമ്മൾ ഏറ്റവും അധികം വർദ്ധിപ്പിക്കുകയും സമയം നീട്ടുകയും ചോദിക്കുകയും ചെയ്യേണ്ട സമയം, അതിൽ നിങ്ങൾ പ്രാർത്ഥന വർദ്ധിപ്പിക്കുക എന്നാണ്. റമദാനിലെ ഒരു ഉംറ, ഒരു ഹജ്ജ് എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞു? 3-4 മാസം എന്നെ കടന്നു. എന്നാൽ ഒരു ഉംറ കൊണ്ട്, റമദാനിലെ ഒരു ഉംറ കൊണ്ട്, അൽ ഉംറ ഫി റമദാൻ തഅദിലു ഹജ്ജത്തൻ, ഹജ്ജത്ത മഅീനാണ്. ഹജ്ജത്തൻ മഅ, എൻ്റെ കൂടെയുള്ള ഒരു ഹജ്ജിന് തുല്യമാണെന്ന്. ഒരു ഉംറ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് സൗകര്യമുള്ള ഒരാൾക്ക് പോയാൽ നിർവഹിക്കാൻ പറ്റുന്ന കാര്യം, ഒരു ഹജ്ജിന്റെ പ്രതിഫലം. ഇതൊന്നും തെറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ വഹിയാണ്. നോക്കൂ നിങ്ങൾ, ഒരു വീട് എത്ര മനോഹരമായി നാം നിർമ്മിക്കുന്നു. മൻ ബന മസ്ജിദൻ ലില്ല ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഇപ്പം നമ്മളെടുത്ത് പൈസ ഇല്ല, പക്ഷെ നല്ലൊരു ആഗ്രഹം, ഒരു നല്ലൊരു മനോഹരമായ ഒരു പള്ളി നമ്മുടെ കഴിവനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കണമെന്ന മനസ്സിന്റെ ഒരാഗ്രഹം, സ്വർഗത്തിലൊരു വീട് കിട്ടുന്നതാണ്. ഒരുങ്ങണീന്റെ ഭാഗം പറഞ്ഞു, നിസ്സാരമെങ്കിലും വളരെ വലിയ പ്രതിഫലം. സ്വർഗത്തിലെ വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവനകൾക്ക് അതീതമാണ്. ഇനി അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയ പോലെ ഒരു അടിമക്ക് നിസ്സാരമായ ഒരു കാര്യമുള്ളൂ. ഇന്നല്ലാഹ ലയർദാ അനിൽ അബ്ദി, ഒരു അടിമയെ അള്ളാഹ് തൃപ്തിപ്പെടും. എന്ത് ചെയ്താൽ മതിയോ? യഅ്കുലുൽ അക്ലത ഫയഹ്മദുഹു, എന്തെങ്കിലും ഒന്ന് വായിലിട്ടു, ഒരു മിഠായി, ഒരു ചെറിയ വായിൽ കുറിച്ചൊരു കടല, അത് കഴിഞ്ഞു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തി. വയശ്റബു ശുർബത, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കുടിച്ചു, ഫയഹ്മദുഹു അലൈഹ, എന്നിട്ട് അള്ളാഹിനെ എന്ത് സ്തുതിച്ചാൽ അള്ളാഹിന്റെ തൃപ്തി കിട്ടാൻ ഒരു തുള്ളി വെള്ളമോ എന്തെങ്കിലും ഒന്ന് ഭക്ഷിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ബോധപൂർവമാകണം. ഈ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാവണം. നോക്കൂ നിങ്ങൾ, അശ്രദ്ധമാകുന്നൊരു സമയമുണ്ട്. എല്ലാവരും പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ അശ്രദ്ധമാകുന്ന സമയം ഏത്? ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും സമയം, വെറുതെ ആൾക്കാരെ നഷ്ടപ്പെടുത്തി കളയുന്ന സമയം. ഇഖാമത്തിന്റെയും അദാനിന്റെയും ഇടയിലുള്ള പ്രാർത്ഥനകൾ തട്ടപ്പെടുകയില്ല, തള്ളപ്പെടുകയില്ല. ചോദിച്ചത് അള്ളാഹു കൊടുക്കും. എത്ര സമയം ബാങ്ക് കൊടുത്തിട്ട് ഇഖാമത്ത് കൊടുക്കാൻ കിട്ടണോ അത്ര സമയം നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റിയ സമയം. നോക്കൂ നിങ്ങൾ, ഒരു വർഷത്തെ പൂർണ്ണമായ നോമ്പിന്റെ പ്രതിഫലം കിട്ടാൻ സൗമു സലാസതി അയ്യാം മിൻ കുല്ലി ശഹർ, എല്ലാ മാസവും 3 നോമ്പ് നോറ്റാൻ 30 നോമ്പിന്റെ പ്രതിഫലമായി. ഇരട്ടിയല്ലേ, 10 പ്രതിഫലല്ലേ? അപ്പൊ അങ്ങനെ സ്ഥിരമായി 12 മാസത്തിൽ 3 നോമ്പ് നോറ്റാൽ ഒരു കൊല്ലത്തെ പ്രതിഫലം. നോക്കൂ നിങ്ങൾ, അതിലേറെ വലുതാണ്. ആളുകൾ നിർബന്ധിക്കപ്പെടുമ്പോഴും ബന്ധുക്കളാകുമ്പോഴൊക്കെ നമ്മൾ പോവുള്ളൂ, പക്ഷേ പ്രതിഫലം ചിന്തിക്കാറില്ല. മൻ ഷഹിദൽ ജനാസ ഹത്താ യുസല്ലി അലൈക ഫലഹു ഖിറാത്ത്, ഒരു മയ്യത്തിന്റെ കൂടെ പോയി നിസ്കരിച്ചാൽ ഒരു ഖിറാത്ത്. വമൻ ഷഹിദഹ ഹത്താ തുദ്ഫൻ ഫലഹു ഖിറാത്താൻ, എന്നാൽ മറവ് ചെയ്യപ്പെടുന്നവരെ നിന്നാൽ 2 ഖിറാത്ത്. വമൽ ഖിറാത്താൻ, എന്താണ് ഈ ഖിറാത്ത് എന്ന് പറഞ്ഞാൽ? മിത്ലുൽ ജബലൈനൽ അളീമൈൻ, വലിയ 2 മലയുടെ അത്ര പ്രതിഫലം, വളരെ 2 മലയുടെ അത്ര പ്രതിഫലവും. ഞാൻ എൻ്റെ ജീവിതത്തിൽ മിക്കവാറും ആഴ്ചകളിൽ ഒരു ജനാസയിലെങ്കിലും പങ്കെടുത്തിട്ടുണ്ട്. എനിക്കുണ്ടാവും പടച്ചോട്ടത്തെ ഒരു പ്രതിഫലം എനിക്കുണ്ടാവും. കാരണം മലയുടെ കണക്ക് പ്രതിഫലമാണ് ഒരു ജനാസക്ക് കിട്ടുന്നത്. ഒരു ജനാസയിൽ വരുന്ന എത്ര പേർ അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗം കിട്ടാൻ എന്തേ വേണ്ടുള്ളൂ? സ്വർഗത്തിലാവാൻ. അന വകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹകദാ വഅശാര ബിസ്സബാബതി വൽ വുസ്ത, നബി ചൂണ്ടുവിരലും നടുവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അനാഥയെ സംരക്ഷിക്കുന്നവർ സ്വർഗത്തിൽ ഇങ്ങനെയാണ്. അനാഥകളൊക്കെ വീട്ടിലാണ്, അവർക്ക് അവിടെ ജീവിക്കാനൊരു വക നമ്മൾ സംഘടിപ്പിച്ചു കൊടുത്താൽ മതി. സ്വർഗത്തിൽ നബിയോടൊപ്പമുള്ള മുറാഫഖത്ത്, ജിഹാദിന്റെ പ്രതിഫലം. അസ്സാഇ അലൽ അർമില വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ല, ഒരു വിധവക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിലോ ബന്ധത്തിലോ വിധവയായ, ജീവിത പ്രശ്നങ്ങൾ ആരോട് പറയണമെന്നറിയാത്ത ഒരു വിധവയ്ക്ക് വേണ്ടി ആരെങ്കിലും പരിശ്രമിച്ചാൽ അവന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന പ്രതിഫലം. ഞാൻ വിചാരിക്കുന്നത് ഒരിക്കലും മുറിക്കാതെ നോമ്പ് നോൽക്കുന്ന, എന്നും നോമ്പ് നോൽക്കുന്നവനെ പോലെ, അല്ലെങ്കിൽ എന്നും നമസ്കരിക്കുന്നവനെ പോലെയുള്ള പ്രതിഫലം അവന് ലഭിക്കുമെന്നാണ്. സ്വർഗം ഉറപ്പ്. ആർക്കാണ് സ്വർഗം ഉറപ്പ്? മുഖ്യസ്ഥാനത്തെയും നാവിനെയും സൂക്ഷിക്കുന്നവർക്ക് സ്വർഗം കിട്ടുമെന്ന് ഞാൻ ജാമ്യം നിൽക്കുന്നു എന്നാണ്. മരിച്ചാലും കൂടി, മരിച്ചു കഴിഞ്ഞാലും നമുക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. ഇദാ മാത്തൽ ഇൻസാൻ ഇൻഖത അമലുഹു ഇല്ലാ മിൻ തലാത്ത, 3 കാര്യം
പ്രവർത്തിക്കുന്ന ഒരാൾക്ക് മരിച്ചാലും അവന്റെ അമലുകൾ മുറിയുന്നില്ല. ഇപ്പൊ പള്ളിയിലാണ് നമുക്കിപ്പോ ജീവിച്ചിരിക്കണം, നമുക്ക് കൂലി കിട്ടും. അതേ കൂലി നമ്മൾ ഖബറിൽ കിടക്കുമ്പോഴും നമുക്ക് വന്നുകൊണ്ടിരിക്കും. സ്വതക്കത്തുൻ ജാരിയത്തായൊരു സ്വതക്ക. നമ്മൾ സ്ഥാപിച്ച ഒന്ന് നന്മയായി മരിച്ചാലും നിലകൊള്ളുന്നു. അവിടെ ആളുകൾ നമസ്കരിക്കുന്നു, അതിൽ നിന്ന് ആളുകൾ വെള്ളം കുടിക്കുന്നു, അതിൽ നിന്ന് പക്ഷികൾ ഭക്ഷിക്കുന്നു. എന്തോ ആവട്ടെ, നമ്മൾ മരിച്ചാലും നമ്മുടെ അധ്വാനത്തിന്റെ ഫലം ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന എന്തെങ്കിലും ഒന്ന് സ്ഥാപിച്ച് ബാക്കിയാക്കി കണ്ണടക്കുക. അതേപോലെ തന്നെ സ്വർഗത്തിലെ നിധി കിട്ടാൻ കണക്കില്ലാത്ത പ്രതിഫലം, ഭാവനയിൽ കാണാത്ത പ്രതിഫലം കിട്ടാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ കൻസും മിൻ കുനൂസിൽ ജന്ന. എത്ര സമയം ഡ്രൈവ് ചെയ്യുന്ന സമയം, കടയിലിരിക്കുന്ന സമയം, നടക്കുന്ന സമയം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന അറബി ഉള്ള ഈ ഒരു ദിക്ർ കാണാതെ അറിയാത്ത ആരെങ്കിലും ഉണ്ടായിരിക്കും. പക്ഷെ ചൊല്ലിയാൽ സ്വർഗത്തിലെ നിധി സുഹൃത്തുക്കളെ കണ്ണടക്കും മുമ്പ് നമുക്ക് വേണ്ടി ബാക്കിയാക്കാൻ വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈറിൻ തജിദൂഹു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ കണ്ടെത്തുമെന്നാണ്. രാത്രി പൂർണ്ണമായി നിസ്കരിച്ച പ്രതിഫലം നോക്ക് നിങ്ങൾ. ഒരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച പ്രതിഫലം ആർക്ക്? ചെയ്യുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. മൻ സ്വല്ലൽ ഇശാ ഫി ജമാഅ ഫകഅന്നമാ ഖാബ നിസ്ഫൽ ലൈൽ. ഇശാ ജമാഅത്തായിട്ട് പള്ളിയിൽ നിസ്കരിച്ചാൽ രാത്രിന്റെ പകുതി നിസ്കരിച്ച കൂലിയായി. ഇനി പകുതിയല്ലേ, വമൻ സ്വല്ല സുബ്ഹ് ഫി ജമാഅത്തിൻ ഫകഅന്നമാ സ്വല്ലൽ ലൈല കുല്ലഹു. സുബ്ഹിയും കൂടി ജമാഅത്തായി നിർവഹിച്ചാൽ ഒരു രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം അവന് കിട്ടുമെന്നാണ്. ഖുർആന്റെ 1/3 ഓതിയ പ്രതിഫലം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നൊരാൾ പറഞ്ഞാൽ തഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 സമാനമായി മനപ്പാഠമുള്ളത്. ഖുർആൻ ഓതിയാൽ ഏറ്റവും പുണ്യം കിട്ടുന്ന ഒരു സൂറത്ത്, കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു സൂറത്ത്, അത് ഓതാൻ നമുക്ക് മനപ്പാഠം അറിയും. ഓതാൻ പറ്റിയ എത്രയോ സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ ഓർമ്മിച്ച് ചൊല്ലണമെന്ന് മാത്രം. മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്നത് എന്ത് എന്നാണ് അന്വേഷിക്കുന്നത്. മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്നത് എന്താണ്? കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് പറഞ്ഞാൽ അത് രണ്ടും മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന ഒന്നാണെന്നാണ്. നിനക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതെ, ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ മരണം വരെ പോകണം, അതാണോ ആവശ്യം? അതേപോലെ തന്നെ നിന്റെ ഉപജീവനം മുടങ്ങാതിരിക്കണോ? എന്തേ വേണ്ടു? മൻ സറഹു അൻ യുബ്സത ലഹു ഫി റിസ്ഖിഹി ഔ യുൻസഅ ലഹു ഫി അഥരിഹി ഫലിയസിൽ റഹിമ. കുടുംബ ബന്ധം ചേർക്കുക. കുട്ടികളെയും മക്കളെയും കൂടി നോക്കാത്ത ആൾക്കാരുണ്ട്. സ്വന്തം മക്കളെയും കുട്ടികളെയും നോക്കാത്ത ആൾക്കാർ. അവർക്ക് എന്ത് കുടുംബ ബന്ധം? മാതാപിതാക്കളെ നോക്കാത്ത ആളുകൾ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ അറിയോ, നമുക്ക് തന്നെ പ്രതിസന്ധികൾ വരും, ഇവിടെ തന്നെ പ്രതിസന്ധികൾ വരും. അത് ശ്രദ്ധിച്ചാൽ ഒരുത്തിന് റിസ്ക് കിട്ടും, ആയുസ് നീട്ടിക്കിട്ടും. പിന്നെയോ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവനെ അള്ളാഹു കണ്ടുമുട്ടാൻ ആഗ്രഹിക്കും. അതെന്താ പറഞ്ഞത്? അള്ളാഹിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാൻ മരിക്കുകയാണോ? മരിക്കാൻ ആർക്കാ ബോധി ഉണ്ടാകുക? അതല്ല, കണ്ണ് നേലക്കാക്കി കിടക്കണ മരണസമയം ഉണ്ടല്ലോ, ആ മരണസമയത്ത് അള്ളാഹു സ്വർഗം കാണിക്കും, മലക്കുകൾ വരും, ആശ്വസിപ്പിക്കും. അപ്പോൾ ഒന്ന് അങ്ങോട്ടേക്ക് എത്തണമെന്ന ഒരു മനസ്സിന്റെ വലിയൊരു ആഗ്രഹം വരും. അങ്ങനെ ആഗ്രഹിച്ച് മരിക്കാൻ പറ്റിയവന് അള്ളാഹു അവനെ സ്വീകരിക്കും പരലോകത്ത്. മൻ സ്വല്ല സുബ്ഹ ഫഹു ഫി ദിമ്മത്തില്ല. ഒരാൾ സുബ്ഹ ജമാഅത്തായി നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാകുന്നു എന്ന് പറയുന്നു. എത്രയെത്ര ഹദീസുകൾ, എത്രയെത്ര വചനങ്ങൾ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മയായി കൊണ്ടു നടക്കാൻ പറ്റിയ കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ മുഴുവൻ തെറ്റുകളും ഒരു കടലിലെ നുരകളോളം പാപങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് കിട്ടുക. ആരപ്പം നമ്മളെ തെറ്റ് മായ്ഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കാത്ത ആൾ ആരാണ്? മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ പ്രകീർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫി യൗമിൻ മിഅത മറ, ഒരു ദിവസം 100 വട്ടം പറയുകയാണെങ്കിൽ 100 വട്ടം പറയാൻ എത്ര മിനിറ്റുകൾ മതി സുഹൃത്തുക്കളെ? പറഞ്ഞാൽ ഹുത്തത്ത് ഖതായാഹു, അവന്റെ പാപങ്ങളെല്ലാം കൊഴിഞ്ഞു പോകും. കാനത്ത് മിത്ലു സബദിൽ ബഹർ, ഒരു കടലിലെ നുരകളോളം ഉണ്ടെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യും? എല്ലാം മാഞ്ഞു പോകുമെന്നാണ്. അത്രമാത്രം പ്രതിഫലാർഹമാണ്. എത്രയെത്ര വചനങ്ങൾ സുഹൃത്തുക്കൾ. ഈ വചനങ്ങളുടെ സാമ്പിളുകൾ പറഞ്ഞത് കുറച്ചൊക്കെ നമ്മൾ വായിക്കും, പഠിക്കും, ശ്രദ്ധിക്കും, നോട്ട് ചെയ്യും ചെയ്താൽ ഓരോ ദിവസവും കണക്കില്ലാത്ത പ്രതിഫലവുമായി നമുക്ക് അള്ളാഹുവിലേക്ക് ചെല്ലാൻ പറ്റും. അതിനുവേണ്ടി ഒരുങ്ങാനുള്ള താക്കീതുകൾ നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത്തരം ഒരു സന്ദർഭത്തിൽ നന്മകളെ വർദ്ധിപ്പിക്കുവാനും നല്ലവരായി ജീവിക്കുവാനും അമലുകൾ കബൂൽ ചെയ്യുന്ന അമലുകളുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാണ്. ഈ കൂട്ടത്തിൽപ്പെട്ട 2-3 ഹദീസുകൾ കൂടെ നരകത്തിൽ നിന്ന് അകറ്റപ്പെടാൻ, നാളെ പരലോകത്തെത്തി ഒരാൾക്ക് അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നരകം. അതിന്ന് എത്രയോ 70 വർഷത്തെ വഴിദൂരം അകറ്റപ്പെടാൻ മനസ്സാമ യൗമൻ ഫി സബീലില്ലാഹ് അബ്അദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫൻ. ഒരു ദിവസം ഒരു നോമ്പ് നോറ്റാൽ
ഏകദേശം എത്ര 70 ഹരീഫൻ 70 വർഷത്തെ വഴിദൂരം അവനെന്ത് ചെയ്യും? നരകത്തിൽ നിന്ന് അകറ്റപ്പെടും. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരാൾക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കാൻ ഉള്ള പരിഹാരമാർഗം മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാഷ. നബിൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, നിസ്കാരത്തിൽ ചെല്ലുന്ന സ്വലാത്ത്, അതൊരാൾ ചൊല്ലിയാൽ അയാൾക്ക് 10 അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഒരാൾക്ക് ഉന്നതിയും ഐശ്വര്യവും മഹത്വമൊക്കെ കിട്ടാൻ അള്ളാഹു പറഞ്ഞത് വിനീതനായി ജീവിക്കുക എന്നുള്ളതാണ്. അമാ തവാദ അഹദുൻ ലില്ല, അള്ളാഹുവിന് ഒരാൾ വിനയം കാണിച്ചാൽ ഇല്ല റഫഅഹു അല്ലാഹു അസ്സ വജൽ, അള്ളാഹു അവനെ എന്ത് ചെയ്യും? ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് താഴാൻ ശ്രമിക്കുമ്പോൾ അവൻ അള്ളാഹു ഉയർച്ച നൽകുമെന്നാണ്. സ്വയം അഹങ്കാരത്തോടെ ഉയരാൻ ശ്രമിക്കുമ്പോൾ അവരെയൊക്കെ അധമന്മാരായി താഴ്ത്തിക്കളയുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീൻ്റെ അടിസ്ഥാനത്തിലുള്ള വചനങ്ങളാണ് സുഹൃത്തുക്കളെ. ഈ 10-22ഓളം കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയത്ത് നമ്മൾ കേട്ടു നബി വചനങ്ങളിൽ നിന്ന്. ഏതെങ്കിലും ഒന്ന് ഞാൻ പാലിക്കുമെന്ന് ഈ കേൾക്കുന്ന നമ്മളിൽ ആരെങ്കിലും തീരുമാനിച്ചാൽ തന്നെ വലിയ പ്രതിഫലമാണ് പരലോകത്ത് ലഭിക്കാൻ പോകുന്നത്.